ഹായ് എവറി വൺ, ഐ എം സഫാൻ നസ്രീൻ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ പറയുന്ന CA, CMA, ACCA എന്ന് പറയുന്ന 3 ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടും ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. സോ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഏതാണ് ബെറ്റർ, CA ആണോ, CMA ആണോ, ACC ആണോ? ഇതിന് നമുക്ക് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാൻ മാത്രമില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് പ്രകാരമാണ് ലൈക്ക് ഏത് ക്വാളിഫിക്കേഷൻ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നുണ്ടാവുക. ഇപ്പം ഞാൻ ACCA ആണ് പഠിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ACCA പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ACC ആണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ഈ പറയുന്ന CA എടുക്കണോ, CMA എടുക്കണോ, ACC എടുക്കണോ എന്നുള്ളത്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. സോ ഞാൻ ഓവറോൾ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. CA, CMA, ACC എന്ന് പറയുന്ന 3 കോഴ്സിനെ പറ്റിയിട്ടും ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ CA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷനെ പറ്റിയിട്ട് പറയാം. CA എന്ന് പറയുന്നത് നമുക്കറിയാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ആണ്. അത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് CA എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ് ഡിഗ്രി കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിലും വേറെ വല്ല പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന CA ചെയ്യാൻ പറ്റും. പക്ഷെ +2 കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഇന്ററും ഫൈനലിലോട്ടും പോകാനായിട്ട്. പക്ഷെ ഡിഗ്രി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഇന്റർ, ഫൈനൽ അങ്ങനെ പോവാം. പിന്നെ അതേപോലെ തന്നെയാണ് CAയുടെ ഡ്യൂറേഷൻ നമുക്ക് വരുന്നത് ഒരു 4 to 5 years ആണ് വരുന്നത്. അതിൽ 2 വർഷം ആർട്ടിക്കിൾഷിപ്പ് ആണ്. ആ 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പും ഇന്ററും ഫൈനലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താവുന്നുണ്ടായിരിക്കും, CA ക്വാളിഫൈഡ് ആവുന്നുണ്ടായിരിക്കും, നിങ്ങളൊരു CA മെമ്പർ ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ഈ പറയുന്ന 4 to 5 വർഷം കൊണ്ട് നമുക്ക് CA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തവരുണ്ട്, ഭയങ്കര റെയർ ആയിട്ട്. പക്ഷെ ഇറ്റ്സ് ആക്ച്വലി പ്രാക്ടിക്കലി ടഫാണ്. എന്നാൽ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്. നിങ്ങളെപ്പോഴും CA ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന സാധനമാണ്. എത്ര ഡ്യൂറേഷൻ എടുത്തു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം CA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ്. പല പല അറ്റംപ്റ്റ്സ് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ എടുക്കുന്ന അറ്റംപ്റ്റ്സിന് കണക്കുണ്ടാവില്ല. ബട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഫൈനലി CA എന്ന് പറയുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അത്രയും റെസ്പെക്റ്റ് ഉള്ള വേറൊരു ഇതില്ല. തന്നെയാണ് CA എന്ന് പറയുന്ന ഒരു പേരിന്റെ ഫ്രണ്ടിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയും നമ്മൾ റെസ്പെക്റ്റോട് കൂടി കാണുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ബിക്കോസ് അതൊരിക്കലും നമുക്ക് ഈ പറയുന്ന കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാണ്ടെയോ പാസ്സാവാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷൻ അല്ല. ഒരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാണ്ട് പാസ്സാവുന്ന ഒരു സംഭവമാണ് CA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ. ലൈക്ക് ഒന്നും ഉണ്ടാവത്തില്ല, നമ്മൾ പഠിച്ചാൽ മാത്രമാണ് പാസ്സാകത്തുള്ളൂ. കോപ്പി അടിച്ചിട്ടൊന്നും ഒരിക്കലും പാസ്സാവാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷൻ അല്ല CA, CMA, ACCA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ. ഒരിക്കലും നമുക്ക് കോപ്പി അടിക്കാൻ നമുക്ക് സമയമില്ല. ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന അവൈലബിലിറ്റി ഓഫ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ആക്ച്വലി ആ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആവില്ല. പക്ഷെ നമ്മുടെ സ്കില്ലാണ് അവിടെ നോക്കുന്നത്. അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, അതിനുള്ളിൽ പാസ് മാർക്ക് വാങ്ങുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരാൾ ക്വാളിഫൈ ചെയ്താൽ മതി. അതാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് CA എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലോട്ട് വരികയാണ്, ഭയങ്കര ഡെഡിക്കേറ്റീവ് ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണ്, നമ്മൾ ഇതിലോട്ട് കംപ്ലീറ്റ്ലി ആവുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ലൈഫ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അങ്ങനെ പോയിട്ടും അങ്ങനെ ക്വാളിഫിക്കേഷൻസ് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സംഭവം CA ഫെയിൽ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ. പഠിക്കാനുണ്ട്, ടഫ്നെസ് എന്തായാലും ഉണ്ട്. ടഫ്നെസ് ആയതുകൊണ്ടാണല്ലോ നമുക്ക് ഒരു പേപ്പർ പാസ്സാവാൻ പറ്റാത്തത്. ടഫ്നെസ് എന്തായാലും ഉണ്ട്, അത്രയും ടഫ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ അത്രയും നന്നായി പഠിച്ചാൽ മാത്രം പാസ്സാവുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ് CA എന്ന് പറയുന്നത്. നമ്മൾ ഒരു പേപ്പറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് CA പാസ്സാവാൻ പറ്റില്ല. നമ്മൾ 4 പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ 3 പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 3 പേപ്പറും ഒരുപോലെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം. ഒരു പേപ്പറിനെ മാത്രം പ്രയോറിറ്റൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ പേപ്പർ നമ്മൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ആ പേപ്പർ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചതും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. കാരണം കംപ്ലീറ്റ്ലി ഫെയിൽ ആവുകയാണ്. അപ്പോൾ ഒരു പേപ്പറിനെ മാത്രം നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. CA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പേപ്പറും ഒരുപോലെ സീരിയസ്നെസ്സോടുകൂടി പഠിക്കണം. ഒരുപോലെ അതിനെല്ലാത്തിനെയും ഒരേ പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കണം എന്നുള്ളതാണ് CA. നെക്സ്റ്റ് നമുക്ക് ACCA ക്വാളിഫിക്കേഷനെ പറ്റിയിട്ട് പറയാം. ACCA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ഇപ്പൊ നമ്മൾ CA നോക്കുന്ന സമയത്ത് CAക്ക് സൈനിങ് അതോറിറ്റി വരുന്നത് ഇന്ത്യയിൽ മാത്രമാണ്. പക്ഷെ ACCAക്ക് വേറെ പല കൺട്രീസിലും നമുക്ക് സൈനിങ് അതോറിറ്റി വരുന്നുണ്ട്. ഇന്ത്യയിൽ ACCAക്ക് സൈനിങ് അതോറിറ്റി ഇല്ല. അപ്പോൾ ACCA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. അതേപോലെ തന്നെയാണ് ACCAക്ക് നമുക്ക് വരുന്നത് 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ACCA അഫിലിയേറ്റ് ആവും എന്നുള്ളതാണ്. 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ACCA അഫിലിയേറ്റ് ആയി.
പക്ഷെ ACCA മെമ്പർ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണം. ആ 3 വർഷത്തെ എക്സ്പീരിയൻസ് 1 ഇയർ നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡിൽ നിൽക്കാം. ബാക്കി 2 വർഷം നിങ്ങൾ കോർപ്പറേറ്റ് ഫീൽഡിൽ നിന്നിട്ടായിരിക്കണം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ EPSM എന്ന് പറയുന്ന ഒരു മൊഡ്യൂളും കൂടി വരുന്നുണ്ട്, അതും കംപ്ലീറ്റ് ആവണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ അഫിലിയേറ്റ് ആവുക കേട്ടോ. അങ്ങനെ അഫിലിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തെ പ്രാക്ടിക്കൽ ഇതും പ്രകാരം നിങ്ങൾ എന്താവും, ഒരു ACCA മെമ്പർ ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. ACCA നമുക്ക് ഇപ്പൊ +2 കഴിഞ്ഞതാണെന്നുണ്ടെങ്കിലും ഡിഗ്രി കഴിഞ്ഞതാണെന്നുണ്ടെങ്കിലും വേറെ വല്ല പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ACCA ചെയ്യാൻ പറ്റും. ACCAക്ക് അങ്ങനെ ഈ എന്താ പറയാ, നമുക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളത് അങ്ങനെയല്ല. ഇപ്പോൾ 10th കഴിഞ്ഞവർക്ക് വരെ ACCA ചെയ്യാൻ പറ്റും. 10th കഴിഞ്ഞിട്ട് ചെയ്യുന്നതൊന്നും ഞാൻ അത്രയും ഇതായിട്ട് പറയില്ല. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 എങ്കിലും നിങ്ങൾ അത്യാവശ്യം എൻജോയ് ചെയ്യണം. എന്നിട്ട് മതി ഈ പറയുന്ന സീരിയസ്നെസ്സിലോട്ടൊക്കെ പോകേണ്ടത്. എന്നിട്ട് മതി പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എടുക്കേണ്ടതൊക്കെ. അപ്പോൾ +2 കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നല്ലതാണ്, ഡിഗ്രി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. ഇപ്പൊ +2 കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിൽ കയറുകയാണ്. ACCA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഭയങ്കര ബേസ് മുതലാണ് നമുക്ക് ഓരോ ലെവലും പോകുന്നത്. ഫസ്റ്റ് നോളേജ്, പിന്നെ സ്കില്ല്, പിന്നെ പ്രൊഫഷണൽ ലെവൽ. അപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞ് കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്രയും വലിയ കാര്യമായിട്ടുള്ള ടഫ്നെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം ബേസ് എന്നാണ് തുടങ്ങുന്നത്. നോളേജ് ലെവൽ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ബേസിക്സ് ആണ്. അപ്പൊ അവിടുന്നാണ് തുടങ്ങി വരുന്നത്. പിന്നെ സ്കില്ലിൽ എത്തുമ്പോൾ കുറച്ചും കൂടി ടഫ് ആയിരിക്കും, പ്രൊഫഷണൽ എത്തുമ്പോൾ അതിനേക്കാൾ ടഫ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ഓൾറെഡി നോളേജും സ്കില്ലും കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഫഷണൽ ലെവൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഡയറക്ട്ലി പ്രൊഫഷണൽ ലെവൽ ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ACCA എക്സാം ആയിട്ടൊന്ന് ഇതാവണം. അതേപോലെ ACCA എങ്ങനെ എക്സാം എഴുതണ്ട് എന്നുള്ളൊരു സംഭവമൊക്കെ പഠിക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ അതും സിംഗിൾ അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യുന്ന, അങ്ങനെ കയറിയിട്ടും സിംഗിൾ അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്. പോയിട്ട് ലൈക്ക് നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് അത്യാവശ്യം നല്ല എൻജോയ്മെന്റ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടിയും കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എടുത്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഡിഗ്രി കഴിഞ്ഞിട്ട് ACCA ചെയ്യുന്നതായിരിക്കും. ACCAക്ക് വന്നിട്ട് പിന്നെ നമുക്ക് അങ്ങനെ എൻജോയ്മെന്റ് കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇവൻ നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടും പല രീതിക്കും അഡ്വർടൈസ്മെന്റ്സ് പോകുന്നുണ്ട്, പല രീതിക്കും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഉള്ളിലെല്ലാം അങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്താ പറയാ, ഈ +2 കഴിഞ്ഞ പാടെ തന്നെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് ഇനി ഒരു ലൈഫിൽ ഒരു എൻജോയ്മെന്റ് ഇല്ല എന്ന് പറയുന്ന ഒരു ഫീൽഡിലോട്ട് വരരുത്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് ഒരു എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ വേണം, നിങ്ങൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്തതിന് ശേഷം ഒരു ക്വാളിഫിക്കേഷനിലോട്ട് പോകണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഡിഗ്രി കഴിഞ്ഞിട്ട് വരികയായിരിക്കും. ഞാൻ ഒരിക്കലും പറയത്തില്ല +2 കഴിഞ്ഞിട്ട് വന്ന് ചേരാനായിട്ട്. യാ ആൻഡ് അങ്ങനെ ഭയങ്കര സ്ട്രെസ് എന്നല്ല ഞാൻ പറയുന്നത്. ACCA നമുക്ക് കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവമാണ് കമ്പയറിംഗ് ടു CA. CA എന്ന് പറയുന്ന സമയത്ത് +2 കഴിഞ്ഞിട്ട് CA എടുക്കുന്ന സമയത്ത് അത്യാവശ്യം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പഠിപ്പ് തന്നെയാണ് CAക്ക്. കാരണം ഒറ്റയടിക്ക് എല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഐ മീൻ ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ 4 പേപ്പർ ഉണ്ട്, 4 പേപ്പറും ഒരേപോലെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, പാസ്സാവണം എന്നുള്ളതാണ്. പക്ഷെ അത്രയും ഇത് നമുക്ക് ACCക്ക് വരുന്നില്ല. കാരണം ACCയിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഓരോ പേപ്പേഴ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയും സ്ട്രെസ്ഫുൾ അല്ല ACCA കമ്പയറിംഗ് ടു CA എന്നുള്ളത്. എന്ന് വിചാരിച്ച് ACCA ഭയങ്കര സിമ്പിൾ ആയിട്ട് പാസ്സാവാനും പറ്റൂല. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കണം. നമ്മൾ ഏത് ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിക്കണം. ഞാൻ ACCയും CAയും ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇപ്പം +2 കഴിഞ്ഞിട്ട് ACCA എടുക്കുന്നവരുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ബേസ് മുതലായിരിക്കും ചെയ്തു പോകുന്നുണ്ടായിരിക്കുക. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സംഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി സ്കില്ലിലോട്ടാണ് കയറുക. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ പോലും നമുക്കറിയാലോ ഡിഗ്രി എങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്ന രീതി എന്നുള്ളത്. കാരണം ഡിഗ്രി ആരും ഒരിക്കലും പഠിക്കാൻ വേണ്ടിയിട്ടായിട്ട് ചെന്ന് ചേരില്ല, അപൂർവ ആൾക്കാർ മാത്രമാണ് അങ്ങനെ ചേരുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു സംഭവം നമുക്ക് ഓൾമോസ്റ്റ് അറിയാം, ഡിഗ്രി എങ്ങനെയാണ് നമ്മൾ പാസ്സായി വന്നത് എന്നുള്ളത്. ആ ഒരു രീതിക്ക് നമ്മൾ ACCA കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് റിപ്പീറ്റ് അടിച്ച് പിള്ളേരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി അതിന്റെ സീരിയസ്നെസ് കാണിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. നമുക്ക് ACCA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 to 3 ഇയേഴ്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ പേപ്പറും സിംഗിൾ അറ്റംപ്റ്റിലൊക്കെ ക്രാക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 to 5 ഇയേഴ്സ് കൊണ്ട് ACCA എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് കുറേ പേര് സിംഗിൾ അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്. ലൈക്ക് CA പോലെയല്ല, ACCAക്ക് സിംഗിൾ അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്ത് പോകുന്ന കുറേ പിള്ളേരുണ്ട്. അപ്പൊ എല്ലാവരും റിപ്പീറ്റ് അടിച്ചിരിക്കണം എന്നില്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പർ റിപ്പീറ്റ് ആയാൽ തന്നെ ലൈക്ക് അത് നമ്മൾ തന്നെ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഫെയിലായി, എന്നിട്ട് നമ്മളത് തിരുത്തിയിട്ട് വീണ്ടും പഠിക്കാൻ നോക്കുക. പിന്നെ ഇനീഷ്യലി നോളേജ് ലെവലൊക്കെ ഒരു 5-6 പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്.
അത് ഡ്രോപ്പ് ചെയ്യുക. അതിപ്പോൾ CA ആണെന്നുണ്ടെങ്കിലും CMA ആണെന്നുണ്ടെങ്കിലും ACC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ എഴുതിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാം. അല്ല അത്രയും ഡെഡിക്കേറ്റീവ് ആയിട്ട് ഇത്ര അറ്റംപ്റ്റ് എടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. ഓക്കെ, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ് ACC എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ. ഇതിനേക്കാൾ കൂടുതൽ ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്, ഇതിനേക്കാൾ കുറവ് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. രണ്ട് പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറവ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് ആ ഒരു രീതിക്ക് പോവാം. നമുക്കൊരു മിനിമം ഒരു 3 വർഷം അല്ലെങ്കിൽ മിനിമം ഒരു 2.5 വർഷമെങ്കിലും നിങ്ങൾ കണക്കാക്കുക ഈ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തൊരു ക്വാളിഫിക്കേഷൻ CMAനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. CMA ഇന്ത്യ ഉണ്ട്, നമുക്ക് CMA US ഉണ്ട്. ഒരിക്കലും CMA ഇന്ത്യയും CMA USും തമ്മിൽ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ദിസ് ഇസ് ആക്ച്വലി എൻറ്റയർലി ഡിഫറെൻറ്റ്. ബിക്കോസ് CMA ഇന്ത്യ എന്ന് പറയുന്നത് CA പോലെ തന്നെയാണ് ഏകദേശം. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പേപ്പറും ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പേപ്പറും ഫെയിൽ ആവും. അങ്ങനെയൊക്കെ തന്നെയാണ് CMA ഇന്ത്യ വരുന്നത്. അതേപോലെ ഒരുമിച്ചെല്ലാം എഴുതണം. CMA USനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് CMA USന് ശരിക്കും 2 ഗ്രൂപ്പാണ് വരുന്നത്. CMA ഇന്ത്യ നമുക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് 4 വർഷമൊക്കെ എടുക്കുന്നുണ്ട്, 4 വർഷം 5 വർഷം അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. പക്ഷെ CMA US 6 to 12 monthsനുള്ളിൽ നമുക്ക് CMA US കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരിക്കലും CMA ഇന്ത്യ ആണ് CMA US എന്ന് വിചാരിക്കരുത്. ലൈക്ക് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. CMA US നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. അപ്പോൾ നിങ്ങളൊക്കെ കുറച്ചും കൂടി ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റണം, പെട്ടെന്ന് ഇതാവണം എന്ന് പറയുന്ന കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ CMA US ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം 6 to 12 monthsനുള്ളിൽ CMA US കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വരുന്ന പിള്ളേരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ CMA US എടുക്കാം. പക്ഷെ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ഡിഗ്രിയും കൂടെ ചെയ്യാൻ നോക്കുക. CMA USന്റെ കൂടെ ഡിഗ്രിയും കൂടെ ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് ഡിഗ്രി വേണം. അപ്പോൾ നിങ്ങൾ ACCA ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഡിഗ്രി നിങ്ങൾ എന്തായാലും ഡിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിഗ്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി ഡിഗ്രി നമ്മൾ എടുത്തേ പറ്റൂ. അത് കമ്പനി പോളിസി പ്രകാരം ഡിഗ്രി വേണം. ഡിഗ്രി ഉള്ളവരെയാണ് ഹയർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ആൻസർ ഫോർ ദാറ്റ്. നമുക്ക് ഡിഗ്രി വേണം. ഓക്കെ, അത് തന്നെയാണ്. ഇപ്പൊ കമ്പനിയിൽ ഹയർ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ആ ഡിഗ്രി വേണം, ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം എന്നാണ് പറയാം. കമ്പനി പോളിസി പ്രകാരം ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ നിങ്ങൾ ഡിഗ്രി എടുക്കണം. അത് ACC ആണെന്നുണ്ടെങ്കിലും അതേപോലെ CMA US ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡിഗ്രി എടുത്തിരിക്കണം. ഞാൻ CMA ഇന്ത്യക്കും CAക്കും എനിക്ക് അങ്ങനെ നല്ലപോലെ അറിയത്തില്ല ഡിഗ്രി കമ്പൽസറി ആണോ എന്നുള്ളത്. പക്ഷെ ACCക്കും CMA USനും എന്തായാലും എടുത്തിട്ടുണ്ടാവണം. ACC ആണെന്നുണ്ടെങ്കിലും CMA ആണെന്നുണ്ടെങ്കിൽ CMA US ആണെന്നുണ്ടെങ്കിലും ACC ആണെന്നുണ്ടെങ്കിലും CMA US ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സാലറി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മുടെ സ്കില്ലും എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സാലറി ഹൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കൊരു ഫ്രഷറിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും എബൌട്ട് ഒരു 4 to 8 lakh വരെയൊക്കെ ആയിരിക്കും ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് സാലറി ഒക്കെ കിട്ടുന്നുണ്ടാവുക പെർ ആനം. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് ഈ സാലറിയിൽ നല്ല രീതിക്ക് ഗ്രോത്ത് ഉണ്ടായിരിക്കും. നമുക്ക് ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അവിടെ സാലറി ഹൈക്ക് നല്ല രീതിക്ക് ഉണ്ടായിരിക്കും. നമ്മൾ എത്രത്തോളമാണോ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നത്, കോർപ്പറേറ്റീവ് എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് ഫീൽഡ്. ഞാൻ ഈ വീഡിയോയിൽ ഭയങ്കര ബ്രീഫായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. CAനെ പറ്റിയിട്ടും ACCനെ പറ്റിയിട്ടും CMAനെ പറ്റിയിട്ടും ഭയങ്കര ബ്രീഫായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരിക്കലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഇതിനേക്കാൾ കൂടുതൽ ഉണ്ട്. CA ആണെന്നുണ്ടെങ്കിലും ACC ആണെന്നുണ്ടെങ്കിലും CMA ആണെന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ അറിയാനുണ്ട് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട്. ഇത് മാത്രം പോരാ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയി എന്നുള്ളൂ. നിങ്ങളിപ്പോൾ CMA US എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം, വിച്ച് ഈസ് കോൾഡ് ZEL എഡ്യൂക്കേഷൻ. അവർ ഇതേപോലെ CMA USന് ഇന്റഗ്രേറ്റഡ് ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് CMA US ഉണ്ട്, അതിന്റെ കൂടെ ഡിഗ്രിയും പ്രൊവൈഡ് ചെയ്തിട്ട് അവർ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു 1-to-1 സെഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ചെക്ക് ചെയ്ത് നോക്കുക. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, ZEL എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാലങ്ങളായിട്ട് ഈ പറയുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൊടുത്തു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഭയങ്കര എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെയാണ് ഓരുടെ പാസ് പെർസെൻറ്റേജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CMA USനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 85% ഒക്കെ പാസ് പെർസെൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്താണ്, ബിഗ് 4 കമ്പനീസിൽ പ്ലേസ്ഡ് ആവണം എന്നുള്ളതാണ്. ഇപ്പം നമ്മളെല്ലാവരും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം ബിഗ് 4 കമ്പനീസിൽ പ്ലേസ്ഡ് ആണ്. ഇപ്പോൾ CA ആണെന്നുണ്ടെങ്കിലും CMA ആണെന്നുണ്ടെങ്കിലും ACC ആണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ ആഗ്രഹം വരുന്നത് എന്താണ്,
എന്താ ബിഗ് ഫോറിൽ പ്ലേസ്ഡ് ആവണം എന്നുള്ളതാണ്. അതെല്ലാവരും അങ്ങനെയാണ്, ബിഗ് ഫോറിൽ പ്ലേസ്ഡ് ആവണം, ബിഗ് ഫോർ കമ്പനീസിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഇവർ ഇതേപോലെ ബിഗ് ഫോർ കമ്പനീസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാം പാസ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബുക്കിഷ് നോളേജ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിലുള്ളത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഇവർ കൈൻഡ് ഓഫ് മോക്ക് പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അതേപോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ ഓൺലൈൻ ത്രൂ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ സെല്ല് കുറച്ചും കൂടി ഓൺലൈൻ ആയിട്ട് കൊടുക്കുന്ന ക്ലാസ്സസ് ആണ്. അവിടെ ഓഫ്ലൈൻ അല്ല അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അവർ ഓൺലൈൻ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയി പഠിക്കേണ്ട, ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുന്നുണ്ടായിരിക്കും. നമ്മൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രാക്ടിക്കലി ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു നോളേജ് നമുക്ക് വേണം. ലൈക്ക് ഇവർ സെൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കൈൻഡ് ഓഫ് ഇമ്മേർഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു കൈൻഡ് ഓഫ് സംഭവം നടത്തുന്നുണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോഗ്രാം വേർ ഇവിടെ ഓഫ്ലൈൻ ആയിട്ട് ലൈക്ക് ഇവർ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യും. അപ്പം നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണോ ഒരു കമ്പനിയിൽ പോയിട്ട് ഇത് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണോ നമ്മുടെ എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യുന്നത്, നോളേജ് അപ്ലൈ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഒന്നും കൂടി പഠിക്കുകയാണ്. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്, ഇതെങ്ങനെയാ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള നോളേജ് ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെയാണ് നമുക്ക് 1-to-1 മെന്റർ സെഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസും ഡൗട്ട് സോൾവിങ് എല്ലാ കാര്യങ്ങളും അതിലൂടെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് സ്കിൽ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്ലി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് സ്കിൽ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് വേറെ കുറെ കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ കൈൻഡ് ഓഫ് സ്കിൽ എൻഹാൻസ്മെന്റിനാണെന്നുണ്ടെങ്കിലും അവർ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫോം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഐ ഗസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ ഇതിൽ മൊത്തത്തിലൊരു ബ്രീഫ് ആയിട്ടുള്ള സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷൻ, അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യണം, ഏത് കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. CA വേണോ, CMA വേണോ, ACCA വേണോ എന്നുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.